ഹായ് ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആംലിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ചന്മാരെ. അപ്പോൾ അതേ ബാക്കിൽ കണ്ട നമ്മുടെ സ്പെക്ടറാണ് ഗൈസ്. ചെക്കനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ബോർഡൊക്കെ മാറ്റി പുതിയ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റായിട്ടുണ്ടെന്ന്. അതെ ഗൈസ്, നമ്മുടെ ബൗൺസറൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ അത്രേ ഉള്ളൂ. അപ്പോൾ അപ്ഡേഷന് കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് ഊട്ടിക്ക് മൂന്നാർക്ക് പോവുക വിചാരിക്കുകയാണ്. അപ്പോൾ ചെക്കൻ പറഞ്ഞ് ഊട്ടി പോവാം, ഊട്ടിക്ക് ഒരു അടിപൊളി ഷോർട്ട് കട്ട് അറിയാന്ന് നമ്മുടെ ഉണ്ണി. അപ്പോൾ അവൻ പറഞ്ഞിട്ട് നമ്മളിത് ഈ വഴി കൂടെ വന്നാണ്. നോക്കിയ ഗൈസ്, വഴി നോക്കിയ നിങ്ങൾ, ഒന്നിനും കൊള്ളാത്ത വഴി. പച്ച ഇതാണ്. പിന്നെ അപ്ഡേഷന് കയറിയ വണ്ടിയായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. നല്ല പുത്തൻ ചെക്കനാക്കിയിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് വരുന്ന വഴിയൊക്കെ സൈറ്റ് ഗൈസ്, ഏതെങ്കിലും വണ്ടി പ്രാന്തന്മാർക്ക് അതിന് ചെക്കൻ. പിന്നെ അവിടെ ഒരു സൈഡിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെക്കനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയാം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. അപ്പോൾ അത് ഈ സൈഡിൽ കൂടെ വെച്ച് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നീ ചെക്കനോട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അറിയാം. നീ എന്ത് വഴിയാടത്? ഇങ്ങനത്തെ വഴിയൊക്കെയാണ് അവിടെ നീ പറയുന്നത്. അതും ഈ വണ്ടി വെച്ച് നിറച്ചും കുണ്ടും കുഴിയ ഗൈസ്. ഒന്നും പറയില്ല, നിറച്ചും കൊണ്ടുപോയി. വണ്ടി നല്ല കുലുങ്ങലുണ്ട്. നല്ല കുലുങ്ങൽ വെച്ചാൽ നല്ല കുലുങ്ങലാണ് ഗൈസ്. എന്നാലും ഇങ്ങനത്തെ വഴിയൊന്നും കണ്ടുപിടിച്ച് തരല കേട്ടോടാ. അവൻ്റെ ഒരു സോറി, ഒന്ന് ഇറങ്ങി പോടാ വണ്ടിന്ന്. അതും അപ്ഡേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. ഒരു സോറിയും വെച്ച് വന്നിട്ട് പിന്നെ ലിപ്പ് നട്ടൂല്ലേ. ഇങ്ങനത്തെ വഴി കൂടെ ഒക്കെ വന്നാൽ ലിപ്പ് നട്ടാൽ പിന്നെ എന്താണ് ഉണ്ടാവുക? ഒരു ഒന്നൊന്നര വഴിയായി പോയിട്ടോ. നല്ല വഴി ആണെന്ന് വിചാരിച്ച് കയറി വന്നതാണ്. അത്യാവശ്യമൊക്കെ ഒരു നല്ല വഴിയാണെന്ന് വിചാരിച്ച് നമ്മൾ നേരെ നല്ലൊരു മണ്ണല്ല ടാറിട്ട റോട്ടിൽ കൂടെ വന്ന് നേരെ ഇങ്ങോട്ട് എത്തിയത്. എന്ത് ചെയ്യാനാടാ, ഇവനൊക്കെ മര്യാദയ്ക്ക് പോകണം. നമ്മളെ പിടിച്ച് ഇതാക്കി. നമ്മുടെ സ്പെക്ട്ര അത് മോഡിഫിക്കേഷൻ കഴിഞ്ഞ് വന്നതാണ്. അതിന് അപ്ഡേഷൻ കഴിഞ്ഞ് വന്നതാണ്. മോഡിഫിക്കേഷൻ അല്ല, അപ്ഡേഷൻ. എന്നിട്ട് ചെക്കൻ നമ്മളെ വണ്ടി ഇറക്കിയ വഴി നോക്കി നിങ്ങൾ. എന്ത് വഴിയാടേ. എന്നാലും ഇങ്ങനത്തെ വഴിയൊന്നും പറ്റില്ല. നീ എന്തെങ്കിലും ഏയുവിനോട് എന്തെങ്കിലുമൊക്കെ പറയേ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലാണ് ഈ വഴിയൊന്നും ഒന്നിനും കൊള്ളൂലാന്ന്. പിന്നെ നമ്മളും വണ്ടി പ്രാന്തല്ലേ അണ്ണൻ്റെ ഒപ്പം കൂടിയത്. അണ്ണൻ്റെ ഒപ്പം കൂടിയതോട്ട് പിന്നെ കുറെ ബസ്സുകളിലൊക്കെ കയറാൻ പറ്റി. പക്ഷെ ആദ്യമായിട്ടാണ് വീഡിയോയിലൊക്കെ ഒന്ന് സംസാരിക്കണേ. നീ വീഡിയോയിലൊക്കെ സംസാരിക്കണ്ടേ? എന്നാലല്ലേ അടിപൊളിയാവാ. വീഡിയോയിലൊക്കെ സംസാരിച്ചാലേ സെറ്റാവും. നിന്നൊക്കെ നാലാൾക്കാരെ അറിയണ്ടേ അല്ലേ? എന്നാ നമ്മുടെ പേര് ഇതുവരെയായിട്ടും പറഞ്ഞുകൊടുക്ക. അപ്പുക്കുട്ടനാണ് അപ്പോൾ ഇവൻ്റെ പേര് വരുന്നത്. നമ്മുടെ ഒപ്പം കൂടിയിട്ടിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന ചെക്കൻ. അതും ഏയുവിനെ എതിർത്ത്. ഏയുവിനെ എയറിൽ കയറ്റലാണ് ചെക്കൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഏയുവിനെ എയറിൽ കയറി കൊണ്ടേ ഇരിക്കും. അങ്ങനത്തെ ഒരു വൈബ് മെറ്റീരിയൽ സംഭവമാണ് ഏയു. ഓൻ അങ്ങനെയാണ്, തിരിച്ചൊന്നും പറയില്ല. പാവം ചെക്കനാണെന്ന് ഞാൻ പറയേ ഇല്ല. ഇത് പുലിയോ? ഓ, നിങ്ങൾക്കറിയില്ലടെ ഈ വഴിയിൽ പുലി ഉണ്ടെന്ന്. എന്നിട്ടാണോ ഞങ്ങളെയും കൊണ്ട് വരുന്നത്? ഉണ്ണി, നീ അധികം കളിക്കല്ലേട്ടോടാ ആ പുലിച്ചക്ക. അപ്പുണ്ണിയാണ് നമ്മുടെ ഏയുവിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏയുന്ന് വിളിക്കും, ഉണ്ണിന്ന് വിളിക്കും. അധികം ഉണ്ണിന്ന് വിളിക്കാനാണ് ഒരു രസമുള്ള പേര്. അത് ഒരു അടിപൊളി പേര് പറയുമ്പോൾ ഉണ്ണി എന്നാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഉണ്ണി എന്നൊക്കെ വിളിക്കൂ. പറപ്പിച്ച് വിടുകയാണ് നമ്മൾ. അമ്മ ഈ ഇടിച്ചില് ചാലിക്കിറങ്ങി. ചാലൊക്കെ എന്ത് നമുക്ക് ചാലൊന്നും ഒരു വിഷയമുള്ള കാര്യമൊക്കെയാണ്. വിഷയമുള്ള കാര്യമൊക്കെയാണ്. ഇതിനെ ഞാൻ എങ്ങനെ വണ്ടി എടുക്കുക? ഇതിനെ ഇവർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ല. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാ പാർക്ക് ചെയ്ത്
എന്നിട്ടാണ് ഓക്കെ അസാഡിലേറ്റൊക്കെ ഇട്ട് ഇവന്മാർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്. ആണ് സംഭവം, അതാണ് വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നാലും നമ്മളെ മുന്നോട്ട് വീഡിയോയിൽ എല്ലാവരും ഒന്ന് കയറി ലൈക്ക് അടി ഗൈസ്. അപ്പോൾ ലൈക്ക് അടിച്ചാൽ നമുക്കൊക്കെ ജീവിച്ച് പോട്ടെ ഗൈസ്, അങ്ങനെ വിചാരിക്കേ. സബ്സ്ക്രൈബ് ചെയ്യേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു 200 സബ്ബെങ്കിലും ആക്കേ, എന്നാലല്ലേ നമ്മൾ പതിയെ 1K അറിയാം. നമ്മൾ 4 ആൾക്കാരൊക്കെ അറിയണ്ടേ. വീഡിയോ ഒക്കെ പാട് കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. ഇപ്പം പണ്ടത്തെ പോലെ വലിയ റീച്ചൊന്നുമില്ല അല്ലേടാ. അണ്ണൻ്റെ വീഡിയോക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ റീച്ചൊന്നുമില്ല. നീ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്തോടാ, സത്യം പറഞ്ഞോ? ഞാൻ ലൈക്ക് ചെയ്തല്ലോ. എന്ത് ഈ കണ്ണ് വഴി അടച്ചു കിടക്കണാണല്ലോ. ഡേയ് എന്താണത്, വഴിയൊക്കെ അടച്ചു കിടക്കണ്? നിനക്കറിയില്ല ഇത് വഴി അടച്ചാന്ന്? നിർത്തടാ അവൻ്റെ ഒരു അങ്ങനെ. അപ്പോൾ വഴി എന്തായാലും അടിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം എല്ലാം തേഞ്ഞ് ഗൈസ്, തേഞ്ഞ്. ഓക്കെ ഇനിയിപ്പോൾ ഊട്ടിക്കും പോകണില്ല, മൂന്നാറിനും പോകണില്ല. മര്യാദയ്ക്ക് നമുക്ക് നേരെയുള്ള വഴി കൂടെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമുക്കിനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാം ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും തിരിച്ച് വീട്ടിൽ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഒരിക്കൽ കൂടിയും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു ബൈ ഗൈസ്.